ഏഴാം ക്ലാസ്സിലെ ഒരു ദിനാന്ത സഞ്ചാരം എന്ന കേരള പാഠാവലിയിലെ കവിതയാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. ഇതിൽ പ്രകൃതിയുടെ വർണ്ണനയാണ് കവി നടത്തുന്നത്. പ്രകൃതിയിലെ സുന്ദര ദൃശ്യങ്ങൾ പലതാണ്. പുളകം പോൽ കുന്നിൻ പുറത്തു വീണ പുതുമൂടൽ മഞ്ഞിനെ മലയാള കവിത സുന്ദരമായി ആവിഷ്കരിച്ചിട്ടുണ്ട്. ഒരു ദിനാന്ത സഞ്ചാരം. ക്രമേണ മേൽപോട്ടു പടുത്തു ചക്രവാളത്തിൽ മുട്ടിച്ചൊരു കോട്ട പോലെ കിഴക്കുഭാഗത്തകലെ പരന്നു കിടന്നിടും കുന്നിതു നന്നു കാൺമാൻ. ആദ്യത്തിലാരാൽ പുക പോലെ കണ്ട തുടുത്തിടും നമ്മുടെ കാഴ്ചയിങ്കൽ മരങ്ങൾ പൂവല്ലികൾ മറ്റുമോരോന്നായി ക്രമാൽ വേർതിരിയുന്നു ഭംഗ്യാ. ഇവിടെ പ്രകൃതിയുടെ ദൃശ്യം നമുക്ക് കൺമുമ്പിൽ കാണുന്നത് പോലെ അതിമനോഹരമായി കവി അവതരിപ്പിച്ചിരിക്കുന്നു. പ്രകൃതിയിൽ മലയും പർവ്വതങ്ങളും പുഴയും ഒക്കെ ആയിട്ടുള്ള കേരളത്തിൻ്റെ ഭംഗി നമുക്ക് ചക്രവാളത്തിൽ, അതായത് ഭൂമിയും ആകാശവും തട്ടി നിൽക്കുന്ന ഭാഗത്ത് കോട്ട പോലെ നിന്ന മലയെ പുക പോലെ മറഞ്ഞു കിടക്കുകയാണ്. മല നമുക്ക് കാഴ്ചയിൽ കാണാൻ വേണ്ടി പറ്റുന്നില്ല. എന്തുകൊണ്ടാണ്? അവിടെ മേഘമോ എന്തോ ഒരു അന്തരീക്ഷത്തിലെ പുക പോലെയുള്ള മഞ്ഞോ മേഘമോ എന്തോ ഒന്നുകൊണ്ട് നമ്മുടെ കാഴ്ചയെ മറച്ചിരിക്കുന്നു. ആദ്യത്തിലാരാൽ പുക പോലെ കണ്ട തുടുത്തിടും നമ്മുടെ കാഴ്ചയെങ്കിൽ എന്നാണ് പറഞ്ഞത്. നമുക്ക് നമ്മുടെ കാണാൻ വേണ്ടി അങ്ങോട്ടേക്ക് നോക്കുകയാണ് ആഗ്രഹത്തോടു കൂടി പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ വേണ്ടി. പക്ഷേ പുക പോലെ കാഴ്ചയെ മറച്ചിടുകയാണ്. മരങ്ങൾ പൂവല്ലികൾ മറ്റുമോരോ മരങ്ങളും പൂവല്ലികളും ഒക്കെ നിറഞ്ഞ് ക്രമേണ പിന്നെ അതിന് ചെറിയൊരു വേർതിരിവും അവിടെ കാണാം. ആ ഭംഗി നമുക്ക് ആസ്വദിക്കാൻ ചെറിയൊരു പുക പോലെ മഞ്ഞിൻ്റെ കാണുന്നുണ്ട് നമ്മൾ? പുക പോലെ മഞ്ഞിൻ്റെ ഒരു മൂടൽ. പ്രായേണ പത്രങ്ങൾ നിറഞ്ഞു തിങ്ങി നിൽക്കുന്ന വെള്ളി തരുമണ്ഡലത്തിൽ. പത്രങ്ങൾ നിറയെ ഇലകൾ നിറഞ്ഞു നിൽക്കുന്ന വള്ളികൾ, മരങ്ങളിൽ വള്ളികൾ പടർന്നിരിക്കുന്നു. തരുമണ്ഡലത്തിൽ എന്ന് പറഞ്ഞാൽ വൃക്ഷങ്ങളുടെ മണ്ഡലത്തിൽ. മുകളിൽ മൊത്തം വള്ളികൾ നിറഞ്ഞിരിക്കുന്നു. വള്ളികളിൽ മൊത്തം ഇലകളും നിറഞ്ഞ് നിൽക്കുകയാണ്. പരക്കെ നൽപ്പച്ച നിറം പെടുന്നീ കുന്നെത്രയും കൺകുളിരേകിടുന്നു. പച്ച മരങ്ങളും വള്ളികളും പൂക്കളും എല്ലാം കൊണ്ട് ആ കാഴ്ചയിൽ ക്ലിയറായിട്ട് നമുക്ക് കിട്ടുന്നില്ലാത്ത ഒരു പ്രകൃതി മനോഹാരിത എന്തായി കിടക്കുന്നു എന്നാണ് പറയുന്നത്. അത് മങ്ങിക്കിടക്കുന്നു. ആ കുന്നിലുള്ള മരങ്ങളും പ്രകൃതി മനോഹരമായ സ്ഥലമാണ് പറയുന്നത്. പച്ചവർണ്ണത്തിനിടയ്ക്കിടയ്ക്ക് ശില്പങ്ങൾ ചായപ്പണി ചെയ്ത പോലെ. ശില്പജ്ഞർ ചായപ്പണി ചെയ്ത പോലെ. നമ്മൾ ശില്പങ്ങൾ ഉണ്ടാക്കാരാണ്? ശില്പം ഉണ്ടാക്കുന്ന ആളുകളില്ലേ, ശില്പജ്ഞർ. അവർ വർണ്ണങ്ങൾ കൊണ്ടും മറ്റുമാണ് പല മരങ്ങളും പ്രകൃതിയുടെ മനോഹാരിത വരച്ച് വെക്കുക, അല്ലെങ്കിൽ കൊത്തുപണികളൊക്കെ ചെയ്ത് ഭംഗി പിടിപ്പിക്കുക. അതുപോലെ പ്രകൃതി നമുക്കായിട്ട് ഒരുക്കി വെച്ച ശില്പങ്ങളാണ്. ശില്പജ്ഞർ ചെയ്തു വെച്ച പോലത്തെ ശില്പങ്ങൾ ആണ് നമ്മൾ മലയിൽ കാണപ്പെടുന്നത്. നമ്മൾ മലയിലേക്ക് നോക്കുമ്പോൾ, അല്ലെങ്കിൽ ഭൂമിയുടെ മനോഹാരിതയിൽ ഈ മലകളും മരങ്ങളും ചേർന്ന പ്രകൃതി മനോഹാരിത നമുക്ക് കാണപ്പെടുന്നത് ശില്പജ്ഞർ ചായപ്പണി ചെയ്ത പോലെ. ശില്പജ്ഞർ ഭംഗിയിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പ്രകൃതിയെ പോലെ ഭംഗിയിലുണ്ടാക്കിയ ശില്പങ്ങൾ നമ്മൾ പലയിടങ്ങളിലും കാണും അല്ലേ? പാർക്കിൽ, പല സ്ഥലങ്ങളിലും, മ്യൂസിയത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. കാണപ്പെടുന്നുണ്ടു ചുവന്ന മണ്ണും രണ്ടിനുമേറെ പ്രഭ ചേരുമാറായി. രണ്ടിനും എന്താണുള്ളത്? മണ്ണിനായാലും പ്രകൃതിക്കായാലും മരങ്ങൾക്കൊക്കെ മലയ്ക്കുമെല്ലാം പ്രഭ മനോഹാരിതയുണ്ടെന്നാണ്
ആര് പറഞ്ഞിരിക്കുന്നത്? വള്ളത്തോൾ എന്ന മഹാകവിയുടെ പറഞ്ഞിരിക്കുന്നത്. മരങ്ങൾ തൻ പച്ചില പല്ലവങ്ങൾ. മരങ്ങളിൽ എന്താണ്? പച്ചില പല്ലവങ്ങൾ, തളിരിലകളൊക്കെ നിറഞ്ഞിട്ടുണ്ട്, പുഷ്പങ്ങളുണ്ട്. പുഷ്പങ്ങൾ പുല്ലെന്നിവ ഇങ്കലെല്ലാം ഇപ്പോക്കുവെയിലേൽക്കുകയാൽ വിചിത്രവർണ്ണം വഹിക്കുന്നിതു കുന്നിതേറ്റം. എന്താണ് പോക്കുവെയിൽ എന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്ക് ശേഷമുള്ള വെയിൽ, അതിൻ്റെ ശക്തി കുറയും. പക്ഷേ ആ വെയിലേറ്റപ്പം എന്താണ് അതിൻ്റെ ഒരു ഇളം മഞ്ഞ നിറം ഏറ്റ സമയത്ത് വിചിത്രവർണ്ണം വഹിക്കുന്നിതു കുന്നിതേറ്റം. പ്രത്യേക ഒരു വർണ്ണത്തിൽ, നിറത്തിൽ അതിനെ നമുക്ക് മലയെ കാണാൻ പറ്റി. ചിലേടം മാച്ഛാദാന ശൂന്യമാകും. ചിലേടം നമുക്കെന്താണ്? മറയ്ക്കപ്പെട്ടിരിക്കുകയാണ്. ചിലേടം മോരോ മുകിലാൽ മറഞ്ഞു. ചില സ്ഥലം നമുക്ക് കാണാൻ പറ്റാതെ മറഞ്ഞിരിക്കുകയാണ്. ഇതിനാൽ മുകിലാൽ എന്ന് പറഞ്ഞാൽ കാർമേഘത്താൽ മറഞ്ഞിരിക്കുകയാണ്. അന്നും ചിലേടം ചിലതിക്കുയർന്നും നാനാപ്രകാരം വിലസുന്നു ശൈലം. അങ്ങനെ പല വിധത്തിൽ എന്താണ് പല വിധത്തിലുള്ള ഭംഗിയോടുകൂടി മരങ്ങളെല്ലാം നിറഞ്ഞ് മുകിലുകൾ കൊണ്ട് നമ്മുടെ കാഴ്ച മറച്ച് എന്താണ് നമുക്ക് കാണാൻ പറ്റാത്ത പോലെ, തുറന്ന സ്ഥലമൊന്നും നമുക്ക് കാണാൻ പറ്റുന്നില്ല. അസാധാരണ ശൂന്യം എന്ന് പറഞ്ഞാൽ നമുക്ക് കാണപ്പെടാൻ പറ്റാത്ത പോലെ എന്താണ് മുകിൽ കൊണ്ടൊക്കെ മറഞ്ഞ് എന്താണ് ഇതിലെ കാഴ്ച നമുക്ക് കണ്ണിന് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടോ? ഇല്ല. നാനാപ്രകാരം വിലസുന്നു ശൈലം. എന്താണ് കുന്ന് അല്ലെങ്കിൽ എന്താണ് മല, പർവ്വതം, ഇതെന്താണ് ശൈലം എന്ത് ചെയ്യാണ്? വിലസുകയാണ്. പത്രങ്ങളോടൊട്ടിളകുന്ന വൃക്ഷ ലതാങ്കണത്തിൻ പഴുതിങ്കലൂടെ. പത്രങ്ങളോടൊട്ടിളകുന്ന വൃക്ഷം എന്താണ്? പത്രങ്ങൾ, ഇലകൾ എന്താണ് നിറയെ ഇങ്ങനെ ഇളകി കളിക്കുന്ന വൃക്ഷങ്ങളുടെ ലതാങ്കണത്തിൽ പഴുതിങ്കൽ, ചെറിയ പഴുതിലൂടെ ഇളം കറുപ്പോതിടും അമ്പരാന്തം. ഇതാണ് ഇളം കറുപ്പിലുള്ള അമ്പരാന്തം, ആകാശം എന്താ ചെയ്യുന്നത്? കാണുന്നിത അങ്ങേ പുറ മാഴി പോലെ. അങ്ങനെ ചെറിയൊരു വിടവിലൂടെ എന്താണ് മരങ്ങൾക്കൊക്കെ ഇടയിലൂടെ നമ്മൾ പഴുതെന്ന് പറഞ്ഞാൽ വിടവ്, അതിൻ്റെ മരങ്ങൾക്കും ലതാവള്ളികൾക്കും ഒക്കെ കൂട്ടത്തിൽ, വൃക്ഷത്തിൻ്റെ ഒക്കെ കൂട്ടത്തിൽ വള്ളികൾക്കും ഒക്കെ ഇടയിൽ ചെറിയ പത്രങ്ങൾക്കും ഇലകൾക്കും വൃക്ഷങ്ങൾക്കും വൃക്ഷത്തിൻ്റെ വള്ളികൾക്കും ഇതിൻ്റെയൊക്കെ ഇടയിൽ ചെറിയ വിടവുണ്ട്. അതിലൂടെ നമ്മൾ ആകാശത്തിലേക്ക് നോക്കുമ്പോൾ എന്താണ് ആകാശം എങ്ങനെയാണ് നമുക്ക് കാണപ്പെടുന്നത്? ഒരു സമുദ്രം, ഒരു കടൽ പോലെ കാണപ്പെടുന്നു എന്നാണ് ഇവിടെ മഹാകവി വള്ളത്തോൾ നാരായണ മേനോൻ പറഞ്ഞു വെക്കുന്നത്. സാഹിത്യമഞ്ജരി 1-ാം ഭാഗത്തിൽ വള്ളത്തോൾ നാരായണ മേനോൻ്റെ എന്താണ് കവിതയാണ് ഇവിടെ പാഠഭാഗം. ഒരു ദിനാന്ത സഞ്ചാരം. ഈ ക്ലാസ് ഇവിടെ കഴിഞ്ഞിരിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. താങ്ക് യു.